بسم الله الرحمن الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده أما بعد أعوذ بالله من الشيطان الرجيم وتوبوا إلى الله جميعا أيها المؤمنون لعلكم تفلحون മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, ശ്രോതാക്കളെ, ഏകദേശം 8-9 ദിവസം കഴിഞ്ഞാൽ നാം ഒരു പ്രധാനപ്പെട്ട അതിഥിയെ സൽക്കരിക്കാൻ പോവുകയാണ്, സ്വീകരിക്കാൻ പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാമതത്തിൽ, ഈ മഹാദീനിൽ വളരെ പ്രാധാന്യം നൽകിയതായ ഒരു അതിഥിയാണ് അത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഗ്രന്ഥമാകുന്ന വിശുദ്ധ ഫുർഖാനുൽ അളീമിനെ ഇറക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തതായ അതിഥിയാണത് എന്ന് മാത്രമല്ല, അവൻ്റെ മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠനായ മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ അവൻ്റെ നബിമാർക്ക് ആർക്കും തന്നെ നൽകാത്തതായ പ്രത്യേകതയുള്ള സ്പെഷ്യലായ സ്റ്റഡി നൽകിയും കൊണ്ട് അവൻ്റെ ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതായ വിശുദ്ധ മക്കയിലൂടെ, അല്ലെങ്കിൽ മക്കത്തുൽ മുക്കറമയിലൂടെ, ഭൂമിയുടെ മീതെ ഉള്ള ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഭൂമിയാണ് എന്ന് റസൂലുള്ളാഹി വിശേഷിപ്പിച്ചതായ ഭൂമിയിലൂടെ, അപ്രകാരം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഫുർഖാനുൽ അളീമിലൂടെ ആകാശഭൂമിയെ സൃഷ്ടിച്ച ഇടം മുതൽ 12 മാസമാണ് അവൻ തീരുമാനിച്ചത് എന്ന് അറിയിച്ച ശേഷം ആ 12 മാസത്തിൽ ഖുർആനിലൂടെ ഏക മാസത്തെയാണ് പേരെടുത്ത് പറഞ്ഞത്. ആ ശ്രേഷ്ഠതയുള്ളതായ മാസമാകുന്ന നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയമായ ആ പ്രധാനപ്പെട്ട അതിഥിയാണ് നാം സ്വീകരിക്കാൻ പോകുന്നത്. എത്രത്തോളം ആ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു രാത്രിയെ വിശേഷിപ്പിക്കുന്നു. അത് 83 വർഷവും 4 മാസവും അമൽ ചെയ്താൽ ലഭിക്കാത്തതായ പ്രതിഫലം ആ രാത്രിയിലൂടെ ലഭിക്കും. ആ രാത്രിയും ഉൾക്കൊള്ളുന്നത് അത് നാം സ്വീകരിക്കാൻ പോകുന്നതായ അതിഥിയാകുന്ന മാസത്തിൽ തന്നെയാണ്. ഇതെല്ലാം നാം കേട്ട ശേഷം ഇത്രയും പ്രാധാന്യമുള്ളതായ ആ മാസത്തിൽ നാം സ്വീകരിക്കാൻ പോകുന്നതായ ആ അതിഥിയാകുന്ന ആ മാസങ്ങളുടെ നേതാവിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയതായ ഗ്രന്ഥം എല്ലാ ഗ്രന്ഥങ്ങളെക്കാളും പ്രത്യേകതയുള്ളതായ, ഏറ്റവും ശ്രേഷ്ഠതയുള്ളതായ, ഏറ്റവും ഇജാസുള്ളതായ ഗ്രന്ഥത്തെയാണ് ആ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത്. നമുക്കറിയാവുന്നതുപോലെ ചരിത്രം അങ്ങനെയുള്ളതായ ഗ്രന്ഥത്തെ കണ്ടിട്ടില്ല, കാണുകയില്ല, കാണാൻ പാടുള്ളതുമല്ല. അത്രയും ശ്രേഷ്ഠതയുള്ള, ലോകത്തോട് വെല്ലുവിളിക്കുന്ന രൂപത്തിലുള്ള സാഹിത്യത്തിൽ ഉത്തുംഗ ശൃംഗത്തിലേക്ക് എത്തിയതായ ഗ്രന്ഥവും, ആ ഗ്രന്ഥം മുഇസ്സത്താണ്, ഖാലിദത്തായ മുഇസ്സത്ത് കൂടിയാണ്. അഥവാ എന്നേക്കുമായി ഖിയാമത്ത് നാൾ വരെ അത് ലോകത്തോട് വെല്ലുവിളിച്ചു കൊണ്ടേ ഇരിക്കുന്നതും അതിൻ്റെ ഇജാസ് ലോകത്തോട് മെല്ലിട്ട് കൊണ്ടേ ഇരിക്കുന്നതുമായ ഒരു ഗ്രന്ഥത്തെയാണ് ആ മാസത്തിൽ ഇറക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തത്. ഇങ്ങനെയുള്ളതായ പ്രത്യേകതകളെല്ലാം ഉൾക്കൊള്ളുന്നതായ ഈ ഗ്രന്ഥത്തെ ഇറക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തത് അവൻ്റെ ഷിട്ടികളിൽ, അവൻ്റെ മുർസലുകളിൽ, അവൻ്റെ നബിമാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ നബിയുന മുഹമ്മദുൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും ആണ്. ഇതിനേക്കാളും ശ്രേഷ്ഠതയുള്ളതായ ഒരു അതിഥിയെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതെ, അങ്ങനെയുള്ള ഒരു മഹാ അതിഥിയാണ് നാം സ്വീകരിക്കാൻ പോകുന്നത്. ഇത്രയും പ്രാധാന്യമുള്ളതായ ഒരു അതിഥിയെ സ്വീകരിക്കുന്ന വേളയിൽ നാം എന്ത് വേണമെന്നത് ആണ് പിന്നെ ചിന്തിക്കേണ്ടത്. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഖുദ്സിയ ഹദീസിലൂടെ നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഈ മാസത്തിൻ്റെ പ്രത്യേകതയെ വിശദീകരിക്കുന്ന രൂപത്തിൽ പറയുന്ന ശൈലി നമുക്ക് കേട്ട് പരിചയമുള്ളതാണ്. അസ്സൗമുലി കുല്ലു അമലു ബിനി ആദം ലഹ്. ആദമൻ്റെ സന്തതികൾ ചെയ്യുന്നതായ സർവ്വ അമലുകളും അവൻ്റെ വേണ്ടിയാണ് ചെയ്യുന്നത്. അഥവാ അവൻ ചെയ്യുന്നതായ അമലുകൾ അത് അവന് അതിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്നത് മാത്രമല്ല, അവൻ ആ അമൽ ചെയ്യുന്ന വേളയിൽ
മറ്റുള്ളവരെ ചിലപ്പോൾ റിയാ പങ്കു ചേർക്കാൻ സാധ്യത അതിലുണ്ട്. അങ്ങനെയുള്ള സാധ്യതയില്ലാത്ത ഒരു സ്പെഷ്യൽ അമലാണ് ഈ മാസത്തിലൂടെ ചെയ്യാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ചേർത്ത് പറഞ്ഞത് ഇല്ല സൗം, നോമ്പൊഴിച്ച്, ഫഇന്നഹു ലി, അത് എനിക്ക് വേണ്ടിയുള്ളതാണ്. അത് ഒരാൾ ആത്മാർത്ഥമായി നോമ്പ് നോക്കുകയാണെങ്കിൽ അതിൽ ലോകമാന്യത കടന്നുകൂടാൻ സാധ്യതയില്ല. കാരണം ഒരു മനുഷ്യന് നോമ്പ് നോക്കാതിരിക്കുകയാണെങ്കിൽ അവന് ഇഷ്ടാനുസരണം ആരും കാണാതെ തിന്നാം. അപ്പോൾ എന്തുകൊണ്ട് അവൻ തിന്നുന്നതിനെയും തീറ്റയെയും പാനീയത്തെയും ആസ്വാദനത്തെയും ഉപേക്ഷിക്കുന്നു? അള്ളാഹുവിനെ ഭയപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഉപേക്ഷിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം പണ്ഡിതന്മാർ പറയും പോലെ അള്ളാഹു അവനിലേക്ക് ചേർത്ത് പറയുന്നു, ഫഇന്നഹു ലി വഅന അജ്സി ബിഹി, അത് എനിക്ക് വേണ്ടിയാണ് അവൻ ചെയ്തത്, അതുകൊണ്ട് ഞാനാണ് അതിന് പ്രതിഫലം നൽകുക. മറ്റു അമലുകൾക്കെല്ലാം അള്ളാഹുവാണ് പ്രതിഫലം നൽകുന്നതെങ്കിലും ഞാനാണ് എന്നതുകൊണ്ട് വിവക്ഷ നമ്മുടെ പണ്ഡിതന്മാരുടെ മുഹദ്ദിസുകളുടെ വിശദീകരണം കാണാം, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കാണലാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ലിഖാ, അള്ളാഹുവിനെ കണ്ടുമുട്ടുക, അള്ളാഹുവിനെ കാണാനുള്ള ഭാഗ്യം ലഭിക്കുക, അത് ആത്മാർത്ഥമായി അള്ളാഹുവിന് ആ മാസത്തിലൂടെ വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് ലഭിക്കുന്നതായ പ്രത്യേകതയാണ് എന്നർത്ഥം. എന്ന് മാത്രമല്ല, ആ മാസം സുബ്ഹാനല്ലാഹ് മാസമാകുമ്പോൾ വിശുദ്ധ സ്വർഗലോകം, അള്ളാഹു ബഹുമാനിച്ച് ആദരിച്ച സ്വർഗലോകം, ആ സ്വർഗത്തിൻ്റെ എല്ലാ വാതിലുകളും തുറക്കപ്പെടും. ഒരു വാതിൽ മാത്രമാണ് 360 ദിവസവും തുറക്കപ്പെടാറുള്ളത്. ആ വാതിലിൻ്റെ പേരാണ് ബാബു തൗബ. മറ്റുള്ള വാതിലുകളെല്ലാം അടക്കപ്പെടും. പക്ഷേ ആ വാതിലുകളെല്ലാം തുറക്കപ്പെടുന്ന മാസമാണ് നാം സ്വീകരിക്കാൻ പോകുന്നതായ വിശുദ്ധ റമദാനാകുന്ന മാസം. സുബ്ഹാനല്ലാഹ്. എന്ന് മാത്രമല്ല, നരകത്തിൻ്റെ വാതിലുകളെ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോപത്തെയും ശാപത്തെയും കുറിക്കുന്നതായതുകൊണ്ട് അവകളെ അടക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ തീരുമാനം. അതുകൊണ്ട് ആ വാതിലുകളെല്ലാം അടക്കപ്പെടുന്നതും, എന്ന് മാത്രമല്ല പിശാചുകളെ, അതിലുള്ള ഇഫ്രീത്തുകളെ, അതിലുള്ള പോക്കരികളെ പ്രത്യേകിച്ച് അറസ്റ്റ് ചെയ്യപ്പെടുന്നതുമായ മാസമാണ് നാം സ്വീകരിക്കാൻ പോകുന്നതായ മാസം. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയുള്ള പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്നതായ ഒരു അതിഥിയെ നാം എങ്ങനെ സ്വീകരിക്കണം എന്നതിനെക്കുറിച്ചാണ് പിന്നെ നാം ഒന്ന് ആഴത്തിലിറങ്ങി ചിന്തിക്കേണ്ടത്. പലരും വിശുദ്ധ റമദാൻ വരുമ്പോൾ അതിനോട് പ്രസന്നതയുള്ള ഹൃദയത്തോടെ, സന്തോഷത്തോടെ, ആഹ്ലാദത്തോടു കൂടി സ്വീകരിക്കുന്നതിന് പകരം അറുപ്പും വെറുപ്പും ഉടലെടുക്കുന്നവരും കൂട്ടത്തിലുണ്ടാവാറുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിലല്ല. എന്തുകൊണ്ട്? അത് ഈ പ്രത്യേകതകൾ മനസ്സിലാക്കാത്തത് കൊണ്ടും ആ പ്രത്യേകതകൾ മനസ്സിലാക്കിയും കൊണ്ടുള്ള സ്വീകരണം നൽകാനുള്ളതായ പ്രാപ്തി അവനിലില്ലാത്തത് കൊണ്ടുമാണ്. അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഈ മുഖവര ഞാൻ നൽകുന്നത്. അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു, മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റിപ്പോർട്ട് ചെയ്യുന്നതായ വാസിലത്ത് ഇബ്നുൽ അസ്ഖാ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഹദീസിലൂടെ, ഉൻസിലത്ത് സുഹുഫ് ഇബ്രാഹിം ഫി അവ്വലി ലൈലത്തിൻ മിൻ റമളാൻ, ഇബ്രാഹിം അലൈഹിസ്സലാമിലേക്ക് അവർക്ക് ഇറക്കപ്പെട്ടതായ സുഹുഫുകളെ, ഏടുകളെ ഇറക്കപ്പെട്ടത് റമളാനിൻ്റെ ആദ്യത്തെ രാത്രിയിലാണ്. അപ്രകാരം തന്നെ തൗറാത്തിന് ഇറക്കപ്പെട്ടത് 6-ാം ദിവസം കഴിഞ്ഞ റമളാനിൻ്റെ 6-ാം ദിവസം കഴിഞ്ഞ 7-ാം രാത്രിയിലാണ്. അപ്രകാരം തന്നെ ഇഞ്ചീലിന് ഇറക്കപ്പെട്ടത് 13-ാം ദിവസം കഴിഞ്ഞ രാത്രിയിലാണ്. അപ്രകാരം തന്നെ വിശുദ്ധ ഫുർഖാനുൽ അളീമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കുന്നത് 24 കഴിഞ്ഞ 25-ാം രാത്രിയിലാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ റമളാനിനെ ഇറക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തതായ ആ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത് മറ്റു ഗ്രന്ഥങ്ങൾ ഇറക്കിയതുപോലെയല്ല. മറ്റു ഗ്രന്ഥങ്ങളെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത് ഒന്നിച്ചിട്ടാണ്. എങ്ങനെയാണ്? തൗറാത്ത് ഒന്നിച്ചിട്ടിറക്കി, ഇഞ്ചീല് അതിൻ്റെ ഏടുകളെ ഒന്നിച്ചിട്ടിറക്കി. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു ഗ്രന്ഥങ്ങളെ ഖുർആനിനെ ഇറക്കിയതുപോലെയല്ല. ഖുർആനെ സംബന്ധിച്ചിടത്തോളം ഖുർആനൻ ഫറഖ്നാഹു ലിതഖറഅഹു അലന്നാസി അലാ മുക്സിൻ വനസ്സൽനാഹു തൻസീല. നാം ഈ ഖുർആനിനെ എന്ത് ചെയ്ത്? ഡിവൈഡ് ചെയ്തിട്ടാണ് ഇറക്കിയത്. ഫറഖ്നാഹു, നാം അതിനെ ഡിവൈഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ അള്ളാഹ് സാന്ദർഭോചിതമായി 23 വർഷത്തിലൂടെ ആവശ്യം വേണ്ടി വരുമ്പോൾ സാന്ദർഭോചിതമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തുകൾ ഇറക്കലായിരുന്നു. അതിൻ്റെ ആദ്യത്തെ സൂറത്താകുന്ന ഇഖ്റ എന്ന അതിൻ്റെ ആദ്യ ഭാഗത്തിലുള്ളതായ ആയത്തുകളെ അത് ലൈലത്തുൽ ഖദ്ർ എന്ന റമളാൻ മാസത്തിലുള്ള ബർക്കത്താക്കപ്പെട്ട രാവിലൂടെയാണ് ഇറക്കപ്പെട്ടത്.
അല്ലെങ്കിൽ രാത്രിയിലൂടെയാണ് ഇറക്കപ്പെട്ടത്. അതും നാം നേരത്തെ കേട്ടതായ മക്കയിലൂടെ. ഒരഭിപ്രായത്തിൽ ബൈത്തുൽ ഇസ്സ എന്ന വീട്ടിലേക്ക്, ഒന്നാം ആകാശത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നിച്ചിട്ട് ലൈലത്തുൽ ഖദറിൽ ഇറക്കി. അതും ലൈലത്തുൽ ഖദറിലാണ് അവിടെ ഇറക്കിയത്. എന്നിട്ട് അതേ ലൈലത്തുൽ ഖദറിൽ തന്നെ ഇഖ്റ എന്ന സൂറത്തിലൂടെ ആരംഭിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ മക്കയിലേക്ക് വിശുദ്ധ റമദാൻ മാസത്തിൽ ഇറക്കി എന്നതാണ്. ഏതായാലും ലൈലത്തുൽ ഖദറിൽ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ ഒന്നിച്ചിട്ടിറക്കി എന്ന അഭിപ്രായത്തിൽ ബൈത്തുൽ ഇസ്സയിലേക്ക് ഇറക്കിയതും അത് ഡിവൈഡ് ചെയ്തുകൊണ്ട് മുതഫർരിഖത്തായിട്ട് ഖുർആനിൻ്റെ ആയാത്തുകൾ ഇറക്കിയെന്ന അഭിപ്രായ പ്രകാരം മക്കയിലേക്ക് ഇറങ്ങിയതും ലൈലത്തുൽ ഖദറിൽ തന്നെയാണ്. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിന് നൽകുമ്പോൾ അത് കുറിക്കുന്നത്, അത് ഓതുന്നത് എന്താണ്? അത് മഹാ അതിഥിയാണ്. ആ അതിഥിയെ സ്വീകരിക്കാൻ വേണ്ടി നാം കച്ചകെട്ടി പുറപ്പെടണം, ഒരുങ്ങി തയ്യാറെടുക്കണം എന്നതാണ്. നന്മകളുടെ കൂമ്പാരം നിറച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെല്ലാം നന്മകൾ ആ മാസത്തിലൂടെ നമുക്ക് അല്ലാഹു അനുഗ്രഹിക്കുന്നു, അത് നമുക്ക് കോലപ്പെടുത്താൻ പറ്റാത്ത ശാന്തിയും സമാധാനവും ആത്മോത്കർഷതയും ആത്മാനുഭൂതിയും സ്നേഹവും ഖൈറാത്തുകളും നന്മകളും ധർമ്മങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു നന്മകളുടെ കൂമ്പാരം ഉള്ളതാണ് വരാൻ പോകുന്നതായ, നാം സ്വീകരിക്കാൻ പോകുന്നതായ അതിഥി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ കുറിച്ച് ബുഖാരിയിൽ കാണുന്നു, അവർ ധർമ്മത്തിൽ ഏറ്റവും ഉന്നത സ്റ്റാൻഡേർഡിലേക്ക് എത്തിയതായ വ്യക്തിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സ്റ്റാൻഡേർഡിലേക്ക് എത്തിയതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അജുവതായി പ്രകടമാവൽ റമദാനിൽ പ്രത്യേകിച്ചിട്ട് നാം കാണാറുണ്ട്. എപ്പോൾ? ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടുന്നതായ സന്ദർഭത്തിൽ. ജിബ്രീൽ അലൈഹിസ്സലാമിനെ എല്ലാ റമദാൻ രാത്രികളിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുമുട്ടാറുണ്ടായിരുന്നു. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം അവരുമായിട്ട് ഖുർആൻ അങ്ങുമിങ്ങും പാരായണം ചെയ്യുകയും അത് കേൾക്കുകയും അത് പഠിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഏറ്റവും ധർമ്മിഷ്ഠനായി, ഏറ്റവും ജവാദായി നിങ്ങൾ കണ്ടിട്ടേയില്ല, റമദാനിൽ കണ്ടതുപോലെ എന്ന് പറഞ്ഞുകൊണ്ട് സഹാബാക്കൾ റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസിൽ കാണാം. അതിൻ്റെ അവസാനത്തിൽ കരീഹിൽ മുർസല, അടിച്ചു വീശുന്നതായ കൊടുങ്കാറ്റ് പോലെയുള്ളതായ ജവാദാണ് അല്ലെങ്കിൽ ജൂദാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ പ്രകടമാവാറുള്ളത് റമദാനിൽ. അതിൽപ്പെട്ടതാണ് നമുക്കറിയാവുന്നതുപോലെ റമദാനിൽ തന്നെയാണ് എന്ത് സംഭവിച്ചത്? അള്ളാഹുവിലേക്ക് ശരീരത്തെ ആഹൂതി ചെയ്യാൻ വേണ്ടിയുള്ള, അതിനേക്കാൾ വലിയ സമർപ്പണം വേറെയില്ലല്ലോ, ആ സമർപ്പണത്തിന് വേണ്ടിയുള്ളതായ ജിഹാദ് വരെ റമദാനിലൂടെയാണ് നാം കണ്ടത്. എന്ന് മാത്രമല്ല, അതിലുള്ള വിജയം കൈവരുത്തിയതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് റമദാനിൽ കൂടി തന്നെയാണ്. റമദാൻ മാസത്തിലാണ് ബദർ യുദ്ധം നടക്കുന്നത്, റമദാൻ മാസത്തിലാണ് ഫതഹ് മക്ക റിപ്പബ്ലിക് നടക്കുന്നത്. ഇത് രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പേരെടുത്ത പ്രശസ്തിയുള്ള വിജയം കൈവരിക്കാൻ സാധിച്ചതായ ഒരു മഹാനേട്ടവും മഹാസമർപ്പണവും സമർപ്പിച്ചതായ സംഭവമായിരുന്നു. ഈ മാസം നമ്മുടെ മുമ്പിലേക്ക് വിട്ടുകിടക്കുമ്പോൾ നാം ഒന്ന് ഓർക്കേണ്ടതുണ്ട്. അതെന്താണ്? ഈ വർഷത്തിലുള്ള ഈ മാസം നാം സ്വീകരിക്കുമ്പോൾ നമ്മുടെ മുസ്ലിം ഉമ്മത്ത് ഛിന്ന ഭിന്നമായി കൊണ്ടേയിരിക്കുന്നതിൽ ഇങ്ങനെയുള്ള യുഗത്തെ ലോകം കണ്ടിട്ടേയില്ല. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ഇപ്പോൾ നാം ഈ റമദാനിനെ സ്വീകരിക്കാൻ പോകുന്നത്. കാരണം അവർ മഹാപരീക്ഷണത്തിലാണ് ഈ വരാൻ പോകുന്നതായ മാസത്തിൽ അഥവാ ഈ ദിവസങ്ങളിൽ. മുഹമ്മദ് തജഹത ഇലൽ ഇസ്ലാമി ഫീ ബലദിൻ തജിദുഹു കത്തൈരി മഖ്സൂസൻ ജനാഹാഹു എന്ന് കവി പറഞ്ഞതുപോലെ, ഇസ്ലാമിനെ കുറിച്ച് നീ എവിടെ അന്വേഷിക്കുകയാണെങ്കിലും ചിറക് നഷ്ടപ്പെട്ടു പോയതായ, ചിറകില്ലാത്തതായ പറവയെപ്പോലെയായിട്ടാണ് ഇസ്ലാമിനെ വീക്ഷിക്കാൻ സാധിക്കുക. ഈ യുഗത്തിൽ അങ്ങനെയുള്ള യുഗമാണ് ഈ കാലഘട്ടം, പ്രത്യേകിച്ച് ഈ വരാൻ പോകുന്നതായ മാസം. മുസ്ലിം ലോകം പലയിടങ്ങളിൽ മഹാപരീക്ഷണങ്ങളിലാണ്. ആ പരീക്ഷണങ്ങളെ അവർക്ക് ഈ റമദാൻ വരുന്നതിന് മുമ്പായി അതിന് പ്രതിവിധി കണ്ടെത്തുവാനും അവരുടെ പ്രയാസങ്ങളിൽ നിന്നിട്ട് വിട്ടുനിൽക്കുവാനും അവർക്ക് ഖുർആനിലേക്കും സുന്നത്തിലേക്കും ഇസ്ലാമിലേക്കും മതത്തിലേക്കും മടങ്ങലിലൂടെ വിജയം കൈവരുത്തുവാനും അവർക്ക് ഈ റമദാനിലൂടെ അള്ളാഹുവിനെ ആരാധിക്കേണ്ടതുപോലെ ആരാധിച്ച് സമർപ്പണ ബോധത്തോടുകൂടി ഹൃദയം നിറഞ്ഞ ആഹ്ലാദത്തോടു കൂടി സ്വീകരിക്കാനുള്ള ചുറ്റുപാട്
മുസ്ലിം ലോകത്തിന് അള്ളാഹു നൽകട്ടെ. നമുക്കും അതിനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. ആ വിശുദ്ധ റമദാനിനെ സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത് ദുഃഖത്തോടു കൂടി പറയാതിരിക്കാൻ നിർവാഹമില്ല. അറാകുല്ല ബാനിൻ ലാ യഖൂമു ലിഹാദിമിൻ ഫകൈഫ ബിബാനിൻ ഖൽഫഹു അൽഫു ഹാദിമി എന്ന പദ്യമാണ് ഇവിടെ ഓർമ്മ വരുന്നത്. ഏത് പടുകൂറ്റൻ കെട്ടിടമാണെങ്കിലും ഒരു വ്യക്തിയിലൂടെ ആ കെട്ടിടം തകരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണല്ലോ, ഒരു കെട്ടിടം 100 നിലയുടെ കെട്ടിടമാണെങ്കിലും അത് കെട്ടാൻ കുറേ ആൾ വേണമെങ്കിലും അതിനെ തകർത്താൻ ഒറ്റൊരു വ്യക്തിയെ കൊണ്ട് സാധിക്കും. അതേ സമയത്ത് ഫകൈഫ ബിബാനിൻ ഖൽഫഹു അൽഫു ഹാദിമി, ആയിരക്കണക്കിന് പേര് തകർത്തിക്കൊണ്ടേയിരിക്കുന്നതായ കെട്ടിടത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും പറയേണ്ടതില്ലല്ലോ. അപ്പോൾ അതാണ് നമ്മുടെ മതത്തിൻ്റെ സ്വഭാവം. ഇന്നത്തെ യുഗത്തിൽ ആയിരങ്ങളാണ് തകർത്താൻ വേണ്ടി പാടുപെടുന്നത്. ഇതിലേക്ക് ചേർത്ത് പറയുന്നവർ തന്നെയാണ് തകർത്താൻ വേണ്ടി പാടുപെടുന്നത്. അങ്ങനെയുള്ളതായ കാലഘട്ടത്തിലാണ് നാം ഈ അതിഥിയെ സ്വീകരിക്കാൻ പോകുന്നതും. അതുകൊണ്ട് തന്നെ നമുക്ക് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി മുസ്ലിം ലോകത്തിന് വേണ്ടിയും മുസ്ലിം ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസത്തിൽ നിന്നിട്ട് അവർക്ക് മോചനം ലഭിക്കാൻ വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. മുസ്ലിം ലോകത്തിന് ആ സകലം, പ്രത്യേകിച്ച് പ്രയാസപ്പെടുന്നവർക്ക് പ്രയാസത്തിൽ നിന്നിട്ട് മുക്തരാകുവാനും ഈ റമദാനിനെ സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിക്കുവാനും അതിൽ ചെയ്യേണ്ടതായ സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, അപ്പോൾ ഇങ്ങനെയുള്ള നാം ഇതുവരെ വിവരിച്ച ഈ മുഖവരിയിൽ പറഞ്ഞതായ ഈ അതിഥിയെ നാം സ്വീകരിക്കുന്നതായ വേളയിൽ എന്താണ് പാലിക്കേണ്ടതായ നിബന്ധനകൾ? ഒന്നാമതായി, ഹൃദയത്തിൽ നല്ല സന്തോഷവും ആഹ്ലാദവും ഉടലെടുക്കുക. അത് സത്യവിശ്വാസിയുടെ സ്വഭാവമാണ്. റമദാൻ വരുമ്പോൾ ഒരു സമ്പത്ത് വന്നല്ലോ, ഇപ്പോൾ പട്ടിണി കിടക്കണമല്ലോ, ആള് കണ്ടിട്ട് തിന്നാൻ പറ്റുകയില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുന്ന ഒരു വകുപ്പ് കൂട്ടത്തിലുണ്ടാവാം. നിങ്ങളുടെ കൂട്ടത്തിലല്ല, മുസ്ലിങ്ങളിലേക്ക് ഇസ്ലാമിലേക്ക് ചേർത്ത് പറയുന്നവരിലുണ്ടാവാം. അതേ സമയത്ത് ആ രൂപത്തിൽ അല്ല സത്യവിശ്വാസികൾ സ്വീകരിക്കേണ്ടത്. സത്യവിശ്വാസികൾ ഞാൻ കേൾപ്പിച്ചതുപോലെ അതിലും കൂടുതലായി ഖുർആനും സുന്നത്ത് വിശദീകരിക്കുന്നത് പോലെ വിശാലമായ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമുക്ക് അനുഗ്രഹിച്ചുകൊണ്ടാണ്, നമ്മിൽ ചൊരിഞ്ഞുകൊണ്ടാണ് ഈ മാസത്തെ നമുക്ക് നൽകുന്നത്. 12 മാസത്തിൽ 11 മാസങ്ങൾ ചെയ്തു കൂട്ടിയതായ ധിക്കാരങ്ങൾ, തോന്നിവാസങ്ങൾ, അനാചാരങ്ങൾ, അക്രമങ്ങൾ, അനീതികൾ, എന്തെല്ലാം തെറ്റുകൾ നാം ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അവകളിൽ നിന്നിട്ടെല്ലാം നമ്മെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള മാസത്തെ നമുക്ക് സമ്മാനമായി നൽകുന്നത്. അതിലൂടെ നമുക്ക് പാപമോചനം നേടാൻ നമുക്ക് ചാൻസ് നൽകുന്നു. അതുകൊണ്ട് ആ മാസം വരുന്നതിന് മുമ്പ് തന്നെ നാം ക്ലിയറായ ഹൃദയത്തിൻ്റെ ഉടമകളായി മാറുക. എന്നിട്ട് സന്തോഷത്തോടെ ആഹ്ലാദത്തോടു കൂടി ആ അതിഥിയെ സ്വീകരിക്കാൻ വേണ്ടി നാം പാടുപെടുകയും ചെയ്യുക. ക്ലിയറായ ഹൃദയത്തിൻ്റെ ഉടമകൾക്ക് മാത്രമേ ഈ വിശുദ്ധ റമദാനിനെ സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിച്ചുകൊണ്ട് അതിൽ ചെയ്യേണ്ടതായ അമൽ ചെയ്യാനുള്ളതായ ഒരുക്കവും തയ്യാറെടുപ്പും ഉണ്ടാവുകയുള്ളൂ. അല്ലാത്ത പക്ഷം അവന് ഈ മാസത്തിൽ മറ്റു ഇതര മതസ്ഥർ ഈ മാസത്തെ കാണും പോലെ ഇതര മതസ്ഥരിൽ കൂടി വിട്ടുകിടക്കും പോലെ വിട്ടുകിടക്കുക എന്നതല്ലാതെ ഒരു ചേഞ്ച് അവരിൽ കാണുന്നതല്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അൽ അഹ്ദുല്ലദീ ബൈനനാ വ ബൈനഹും, നമ്മുടെയും അവരുടെയും ഇടയിലുള്ള ചേഞ്ച് നമസ്കാരമാണ്. ഫമൻ തറക്കഹ, ഒരാൾ നമസ്കാരത്തെ ഉപേക്ഷിക്കുമ്പോൾ ഫഖദ് കഫർ, അവൻ ഇതര മതസ്ഥരായി മാറുന്നു, അന്യമതസ്ഥരായി മാറുന്നു, സത്യനിഷേധിയായി മാറുന്നു. അപ്പോൾ അവരോട് തുല്യരായി മാറുന്നു എന്ന് നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ നാം വിശുദ്ധ റമദാൻ വരുമ്പോൾ ഇസ്ലാം നൽകിയതായ ഒഴിവ് കിഴിവൊന്നുമില്ലാത്തൊരു വ്യക്തി, നല്ല സിഹത്തുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, പക്ഷേ അവൻ നോമ്പ് പിടിക്കുകയില്ല. എന്താണ് അതിൻ്റെ അർത്ഥം? അവൻ ആ വിശുദ്ധ മതത്തിൽ ശരിക്ക് വിശ്വാസമില്ലാത്തവനാണ്. അവൻ വേണ്ടതുപോലെ അള്ളാഹുവിനെ ഭയപ്പെടാത്തവനാണ്. അവൻ വേണ്ടതുപോലെ അള്ളാഹുമായുള്ള ടച്ച് ബന്ധം പുലർത്താത്തവനാണ് എന്ന് നമുക്ക് ഉറപ്പായി മനസ്സിലാക്കാം. ആ ഇനത്തിൽ നാം പെട്ടുപോകാൻ പാടുള്ളതല്ല. അതുകൊണ്ടായിരിക്കാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കരിക്കാൻ 7-ാം വയസ്സാകുമ്പോൾ തന്നെ കൽപ്പിച്ചതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ചെറുപ്പക്കാരായ കുട്ടികളെ തന്നെ ആശുറാ നോമ്പ് നോക്കാൻ വേണ്ടി പരിശ്രമിച്ചതായ സഹോദരിമാരോട് അവരെ കളിസാധനങ്ങൾ കൊണ്ട് അവരെ മുടക്കി ആ നോമ്പ് പൂർത്തിയാക്കാൻ വേണ്ടി പാടുപെട്ട രംഗങ്ങൾ കണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷിച്ച വാർത്ത ഞാൻ ആശുറാ ദിവസത്തുള്ള നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇത് സുന്നത്തായ നോമ്പിനെ കുറിച്ച് മദീനക്കാരായ അൻസാറുകൾ പണ്ട് കാട്ടിയതായ ശൈലിയാണ്.
ആ നോമ്പ് കുട്ടികളെ കൊണ്ട് ചെറുപ്പത്തിലെ നോൽപ്പിക്കാനും അവർക്കതിൽ ട്രെയിനിങ് നൽകാനും പരിശ്രമമുണ്ടായവരായ ആ മുഹാജിറുകളുടെ, ആ അൻസാറുകളുടെ, ആ മുഹാജിറാത്തുകളുടെ, ആ അൻസാരിയാത്തുകളുടെ നാട്ടിലാണല്ലോ നാം ജീവിക്കുന്നത്. അതെ, അപ്പോൾ ഓരോരുത്തരും റമദാൻ മാസം വരുമ്പോൾ അവൻ ചെയ്തു കൂട്ടിയതായ ധിക്കാരത്തെക്കുറിച്ചും തോന്നിവാസത്തെക്കുറിച്ചും തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ആർക്കും വാദിക്കാൻ അധികാരമില്ലല്ലോ. എന്തുകൊണ്ട്? റസൂലുള്ള തന്നെ പറഞ്ഞതാണ്, കുല്ലു ബനി ആദമ ഖത്താ, ആദമിൻ്റെ സന്തതികൾ മുഴുവനും തെറ്റ് ചെയ്യുന്ന ആളെന്നല്ല പറഞ്ഞത് റസൂല്, ഖത്താന. സീഖത്തുൽ മുബാലഗയാണ്, ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്യുന്നവരെന്നാണ്. മനസ്സിലായില്ലേ? നമ്മിൽ കൂടുതൽ തെറ്റുണ്ടായിക്കൊണ്ടേ ഇരിക്കുമെന്നാണ് പറഞ്ഞത്. കുല്ലു ബനി ആദമ ഖത്താ ഖൈറുൽ ഖത്താഈന, കൂടുതൽ തെറ്റ് ചെയ്യുന്നതായ ആദമിന്റെ സന്തതികളിൽ ഉത്തമർ അത്തൗവാബൂൻ, കൂടുതൽ പാശ്ചാത്തപിക്കുന്നവരാണ്. അവിടെയും എന്താണ്? അത്തൗവാബൂൻ. എപ്പോഴെങ്കിലും മരിക്കാൻ പോകുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹ് പാടിയേക്കാമെന്ന മോഹം വെച്ച് നീട്ടിവെക്കലല്ല, മറിച്ച് എപ്പോൾ തെറ്റ് വരുന്നു അപ്പോൾ എന്ത് ചെയ്യുക? പാശ്ചാത്തപിക്കുക. അത്ബിഇസ് സയ്യിഅത്തൽ ഹസനത തംഹുഹാ, ഹസനത്തിനെ തുടർത്തുക സയ്യിഅത്തിലേക്ക്, തംഹുഹ. എന്നാൽ സയ്യിഅത്തിനെ ഹസനത്ത് എന്ത് ചെയ്യും? മായ്ച്ചു കളയുകയും ചെയ്യും. നിന്നിൽ വല്ല തെറ്റ് വന്നു പോയാൽ ഉടനെ ഹസനത്തിനെ തുടർത്തുക, അഥവാ തെറ്റുകൾ വന്നു പോയാൽ നല്ല കാര്യങ്ങൾ ഉടനെ ചെയ്യുക, തംഹുഹ. എന്നാൽ തെറ്റുകളെ മായ്ച്ചു കളയുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പോൾ തെറ്റുകൾ വന്നു പോകുമ്പോൾ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ റസൂലുള്ളാഹി പറയുന്നു, ഒരാളിൽ അവിചാരിതമായി വല്ല തെറ്റും വന്നു പോയാൽ ഉടനെ തന്നെ അവൻ എന്ത് ചെയ്യുക? ഏറ്റവും നല്ല രൂപം, പാശ്ചാത്തപിക്കേണ്ട രൂപം, അവൻ പെട്ടെന്ന് ഒതുപിടിക്കുക, പെട്ടെന്ന് 2 റക്അത്ത് നിസ്കരിക്കുക, എന്നിട്ട് റബ്ബിനോട് പാശ്ചാത്തപിക്കുകയും ചെയ്യുക. അവൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചെയ്തു പോയതായ പാപത്തിൽ നിന്നിട്ട് അവന് മോചനം ലഭിക്കുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പോൾ നാം നീട്ടിവെക്കാൻ പാടില്ലാത്തതായ ഒരു കാര്യമാണ് പാപങ്ങൾ എന്നത്. അങ്ങനെയുള്ളതായ ആ പാപങ്ങളെ നമ്മുടെ ഖൗമ്, കേരളത്തിലൊക്കെ എൻ്റെ ചെറിയ കാലഘട്ടത്തിലുള്ള അനുഭവം അനുസരിച്ച് റമളാൻ വരുമ്പോഴാണ് തൗബ, റമളാൻ വരുമ്പോഴാണ് തൗബ. അതിന് പ്രത്യേക മുസ്ലിയാമാരും അതിന് പ്രത്യേക ജനങ്ങളും. എന്തിനാണ്? വീട്ടിലേക്ക് തൗബ ചൊല്ലിക്കൊടുക്കാൻ വേണ്ടി. ആ ശൈലി ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല. ഇപ്പോഴുണ്ടെന്നാണ് പറയുന്നത് കാസർഗോട്ടുകാർ. മനസ്സിലായില്ലേ? ഞാൻ എൻ്റെ നാട്ടിനെ കുറിച്ചാണ് പറയുന്നത്, നിങ്ങൾ എന്നെ ആക്ഷേപിക്കരുത്. നിങ്ങളുടെ നാട്ടിനെ കുറിച്ച് എനിക്കറിയില്ല. ഏതായാലും എൻ്റെ നാട്ടിൽ ഇപ്പോഴും ഉണ്ടെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അപ്പോൾ എന്താണ് സംഭവം? റമളാൻ മാസം ആയിക്കഴിഞ്ഞാൽ പട്ടാപ്പകലിൽ എന്തു ചെയ്യും? തൗബ ചൊല്ലിക്കൊടുക്കാൻ വേണ്ടി മുസ്ലിയാമാർ വീട്ടിലേക്ക് ചെല്ലും. തൗബ ചൊല്ലിക്കൊടുക്കാൻ വേണ്ടി ചെല്ലുമ്പോഴോ വീട്ടുകാർ ഭക്ഷണം കഴിക്കായിരിക്കും. അപ്പോഴോ അവർ മുഖമൊക്കെ തടകിയിട്ട് ശുദ്ധീകരിച്ചിട്ട് വന്നിട്ടിരിക്കും. എന്തിനാണ്? തൗബ ചെല്ലാൻ, ഏറ്റുപാടാൻ. അപ്പോൾ അയാൾ റൂമിൻ്റെ മറ്റേ സൈഡിൽ നിന്നിട്ട് ചൊല്ലിക്കൊടുക്കും, പാടിക്കൊടുക്കും, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അപ്പോൾ വീട്ടുകാർ പാടും അസ്തഗ്ഫിറുല്ലാഹൽ അലീം. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു തൗബയുണ്ട്. ആ തൗബ പാട്ട് പാടലല്ല യഥാർത്ഥത്തിൽ തൗബ. യഥാർത്ഥത്തിൽ തൗബ ഖുർആൻ പഠിപ്പിച്ച തൗബയായിരിക്കണം. ആ തൗബ ഒന്നാമത് ഒരു പ്രത്യേക മാസത്തിലേക്കോ സമയത്തിലേക്കോ പ്രത്യേക ദിവസത്തിലേക്കോ നീട്ടിവെക്കേണ്ടതല്ല. എപ്പോൾ ഒരാളിൽ തെറ്റ് വരുന്നു അപ്പോൾ ഉടനെ തന്നെ പാശ്ചാത്തപിക്കുക, അതാണ്. അതുകൊണ്ടാണ് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. ചൂടാറുന്നതിന് മുമ്പ് തൗബ ചെയ്തുകൊണ്ടേ ഇരിക്കണം. മലക്കിനോട് ഓർഡർ കിട്ടും, എന്ത്? ഈ തൗബ വന്നു കഴിഞ്ഞാൽ അത് എഴുതരുത് എന്ന്, ചെയ്തു പോയ തെറ്റുകൾ എഴുതരുത് എന്ന് ഓർഡർ വരും. ആ രൂപത്തിൽ നാം പാശ്ചാത്താപത്തെ വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗവാബ് എന്ന പദം ഉപയോഗിക്കാൻ കാരണം. തൗവാബ്, തൗബ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നവൻ, മുസ്തമിറായിട്ട് അധികരിപ്പിക്കുന്ന മുബാലഗയുടെ സീഗയാണ് അറബി ഭാഷയിൽ. അങ്ങനെയാണ് നാം തൗബ ചെയ്യേണ്ടത്. അള്ളാഹുവിൻ്റെ അതിൻ്റെ വിശദാംശം നൽകുന്ന ഖുർആനിൽ, ഇന്നമത് തൗബതു അലല്ലാഹി ലില്ലദീന യഅമലൂന അസ്സൂഅ ബിജഹാലത്തിൻ ثم يتوبون من قريب فأولئك يتوب الله عليهم وكان الله عليما حكيما وليست التوبة للذين يعملون السيئات حتى إذا حضر أحدهم الموت قال إني تبت الآن ولا الذين يموتون وهم كفار أولئك أعتدنا لهم عذابا أليما. സൂറത്ത് നിസായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാമെന്ന് ഏറ്റെടുത്ത തൗബയെക്കുറിച്ച് പറയുകയാണ്. ഇന്നമത് തൗബതു, ഞാൻ സ്വീകരിക്കാമെന്ന് ഏറ്റെടുത്ത തൗബ എന്ന് പറയുമ്പോൾ ഷർത്താണ്, ഹസറാണ്. സ്വീകരിക്കാൻ പോകുന്ന തൗബ ഇതാണ്, ഇത് മാത്രമാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇന്നമത് തൗബതു അലല്ലാഹ്, അല്ലാഹ് ഏറ്റെടുത്തത്, ലില്ലദീന യഅമലൂന അസ്സൂഅ, പാപം ചെയ്തു പോകുന്നവരിൽ നിന്നിട്ട്. അപ്പോൾ പാപങ്ങൾ കൂമ്പാരമാക്കി വെക്കരുത്. അല്ലാഹ് സ്വീകരിക്കാമെന്ന് ഏറ്റെടുത്ത തൗബ
യഅമലൂന സൂഅ, അവർ ചെയ്യുന്നതാണ് എന്തിനെ? തെറ്റുകളെ എന്നല്ല, ബഹുവചനമല്ല, ഏകവചനമാണ്. അലല്ലാഹി ലില്ലദീന യഅമലൂന സൂഅ ബിജഹാലത്തിൻ. അത് പൊതുവെ തെറ്റുകൾ ചെയ്യുന്ന വാക്കിൻ്റെ കൂടെ എല്ലാം ജഹാലത്ത് എന്ന പദം അല്ലാഹു പലയിടങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. അഥവാ വിഡ്ഢികളായി, അറിവില്ലാത്തവരായി എന്നതിൻ്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ കഴിവ് കൽപ്പ് മനസ്സിലാക്കിയും കൊണ്ട് ഒരാൾ തെറ്റ് ചെയ്യുകയില്ല, അതുകൊണ്ട് ചേർത്തതായ സിഫത്താണ്. എന്നല്ലാതെ ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ അത് തെറ്റാണെന്ന് അറിയാത്തത് എന്ന അർത്ഥത്തിലേക്കല്ല എന്നാണ് മുഫസ്സിറുകൾ ഇവിടെ ഇരിക്കുന്നത്. കാരണം തെറ്റാണെന്ന് അറിഞ്ഞിട്ടാവട്ടെ അറിയാത്തതാവട്ടെ തെറ്റ് ചെയ്താൽ തൗബ ചെയ്യണം. മനസ്സിലായില്ലേ? ബിജഹാലത്തിൻ സുമ്മ യതൂബൂന മിൻ ഖരീബ്, എന്നിട്ടോ ഉടനെ തന്നെ പാശ്ചാത്തപിക്കുന്നു. ഉടനെ തന്നെ നിബന്ധന കേട്ടില്ലേ? ഒന്നാമത് തെറ്റാവുക, തെറ്റുകളാവാതിരിക്കുക. പിന്നെയോ ഉടനെ തന്നെ പാശ്ചാത്തപിക്കുക. സുമ്മ യതൂബൂന മിൻ ഖരീബ് ഫൗലായിക യതൂബുല്ലാഹു അലൈഹിം, അങ്ങനെയുള്ളവരുടെ തൗബയെ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. വകാന അല്ലാഹു അലീമൻ ഹകീമാ. ഇങ്ങനെയുള്ള ആയത്തുകൾ അല്ലാഹു പറയുമ്പോൾ സാധാരണ പതിവനുസരിച്ചിട്ട് വകാന അല്ലാഹു ഗഫൂറുർ റഹീം എന്നാണ് പറയേണ്ടത്. ഇവിടെ അങ്ങനെയല്ല പറഞ്ഞത്. പിന്നെയോ നിബന്ധന പറഞ്ഞതുകൊണ്ട് നിബന്ധന അനുസരിച്ചിട്ടാണോ തൗബ ചെയ്തത് അല്ലേ എന്ന് അള്ളാഹ്ക്ക് അറിയുന്നുണ്ട് എന്ന പദം കുറിക്കുന്ന ലഫ്ളാണ് ഉപയോഗിച്ചത്. മനസ്സിലായില്ലേ? വകാന അല്ലാഹു അലീമൻ ഹകീമാ. അപ്പോൾ കണ്ണിൽ പൊടി ഇടുന്ന രൂപത്തിലുള്ള അല്പം മുമ്പ് ഞാൻ സൂചിപ്പിച്ച റംളാൻ തൗബ ഇതിൽ പെടുകയില്ല. അങ്ങനെയുള്ള തൗബക്കാരുടെ തൗബ അള്ളാഹ്ക്ക് അറിയാമെന്ന് പറയും പോലെ അതൊന്നും അല്ലാഹുവിന്റെ അടുക്കൽ വേവുന്നതല്ല. അത് അങ്ങനെ ചെയ്തിട്ട് കാര്യവുമില്ല. അപ്പോൾ ഇന്നമത് തൗബത്തു അലല്ലാഹി ലില്ലദീന യഅമലൂന സൂഅ ബിജഹാലത്തിൻ സുമ്മ യതൂബൂന മിൻ ഖരീബ് ഫൗലായിക യതൂബുല്ലാഹു അലൈഹിം വകാന അല്ലാഹു അലീമൻ ഹകീമാ. അല്ലാഹു അലീമാണ്, ഹകീമാണ്. അവൻ സൂക്ഷ്മജ്ഞാനിയാണ്, അവൻ അറിയുന്നവനാണ്, അവൻ ഹകീമാണ്. അതുകൊണ്ട് കൃത്രിമം അവൻ്റെ അടുക്കൽ നടക്കുകയില്ല. വലൈസത്തി തൗബത്തു ലില്ലദീന യഅമലൂന സയ്യിആത്ത്. അപ്പോൾ റമളാനിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് ചെയ്യാൻ അഥവാ ഉദ്ദേശിക്കുകയാണെങ്കിലുള്ള ആ തൗബ ഈ സൈസിലുള്ള തൗബയാണ് ചെയ്യേണ്ടത്. വലൈസത്തി തൗബത്തു ലില്ലദീന യഅമലൂന സയ്യിആത്ത്. തൗബയല്ല ആരുടെ? തെറ്റുകൾ കൂമ്പാരമായി കൂട്ടിവെക്കുന്നവരുടെ തൗബയല്ല. തെറ്റുകൾ കൂമ്പാരമായി കൂട്ടിവെക്കുന്നവർ അഥവാ തെറ്റ് വരുമ്പോൾ തൗബ ചെയ്യാതെ ഒന്നിച്ചിട്ട് ഇപ്പോൾ യുവത്വമല്ലേ, ഇപ്പോൾ സമയമായിട്ടില്ലല്ലോ, ഇപ്പോൾ മുടി നരച്ചിട്ടില്ലല്ലോ, ഇനിയുമുണ്ടല്ലോ സമയം, ഇപ്പോൾ ഞാൻ യുവത്വം തുളുമ്പുന്ന സന്ദർഭമാണല്ലോ, മരണമാസന്നമാകുന്ന വേളയിൽ നോക്കാം എന്ന ഊഹാപോഹത്തിൽ നീട്ടിവെക്കുന്നതായ, എന്നിട്ട് കൂമ്പാരമായി തോന്നിയതും തോന്നാത്തതും ആസ്വദിക്കേണ്ട കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് എല്ലാ നൂലാമാലങ്ങളും ചെയ്തു കൂട്ടിയിട്ട് അവസാനം അവൻ്റെ തീരുമാനം എന്താണ്, അവൻ്റെ വ്യാമോഹം എന്താണ്? അവസാനമായിട്ടൊരു അസ്തഗ്ഫിറുല്ലാഹ് മരിക്കാൻ പോകുമ്പോൾ ചെയ്ത് കളയാമെന്നതാണ്. ആർക്കറിയടോ നീ മരിക്കാൻ പോകുമ്പോൾ നിനക്ക് തൗബ ചെയ്യാൻ പറ്റുമെന്ന്? ഒന്ന്. രണ്ടാമത്, നീ മരിക്കാൻ പോകുമ്പോൾ തൗബ ചെയ്താൽ മലക്കുൽ മൗത്തിനെ കണ്ടു കഴിഞ്ഞാൽ തൗബ സ്വീകരിക്കൂല എന്നല്ലേ നമ്മൾ പഠിച്ചത്? ഗർഗറത്തിൻ്റെ ഹാലത്തിൽ തൗബ സ്വീകരിക്കൂല കൂട്ടരെ. പിന്നെ നീട്ടി വെച്ചിട്ട് എന്താ പ്രയോജനം? ഗർഗറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? തൊണ്ടക്കുഴിയിലേക്ക് റൂഹ് എത്തുന്ന സന്ദർഭത്തിൽ അവിടെ അസ്തഗ്ഫിറുല്ലാഹ് പാടിയിട്ട് പ്രയോജനമില്ല. അതുകൊണ്ടല്ലേ ഫറോവയുടെ തൗബ സ്വീകരിക്കാതെ വന്നു പോയത്. അതുപോലെ തന്നെ ആരും തന്നെ ജീവിതം മുഴുവനും അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ച് അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കി അറുത്ത് അള്ളാഹു അല്ലാത്തവർക്ക് ആരാധനകൾ സമർപ്പിച്ചിട്ട് ഇഷ്ടാനുസരണം ബഹുഭൂരിപക്ഷം കാട്ടല്ലേ, കയ്യിടി കേൾക്കുന്ന ആ തത്വമല്ലേ, അതിൻ്റെ പിന്നിലാണ് നടക്കാം എന്ന തത്വത്തിൽ കൂടി തോന്നിവാസം വേണ്ടതുപോലെ ചെയ്ത് അനാചാരം ചെയ്ത് ബിദ്അത്ത് ചെയ്ത് ശിർക്ക് ചെയ്ത് എല്ലാം ചെയ്തു കൂട്ടിയിട്ട് അവസാനം വേണമെങ്കിൽ തൗബ ചെയ്ത് കളയാമെന്ന് വെച്ചാലോ, അവൻ ആ സമയത്ത് ഞാൻ പറയാറുള്ളത് പോലെ, ഞാൻ പറയുന്നതല്ല, ദീനിൻ്റെ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും തെളിവനുസരിച്ചിട്ട് നാം പഠിച്ചതുപോലെ ആ സന്ദർഭത്തിലുള്ള തൗബയെ അവൻ എന്നിട്ടുള്ള സ്വീകരിക്കുക തന്നെയില്ല. അപ്പോൾ ശിർക്ക് ചെയ്യുന്നവൻ, തൗഹീദിൽ അടിയുറച്ച് ജീവിക്കാത്തവൻ, തോന്നിയ പോലെ കണ്ടതും കേട്ടതും പൂജിക്കുന്നവർ, കണ്ടതിനെയും കേട്ടതിനെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നവൻ മരിക്കുമ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിക്കുന്ന കണ്ടാലും അവൻ്റെ തൗബ സ്വീകരിച്ചു എന്ന് പറയാൻ നമ്മൾ കൊണ്ട് സാധിക്കുന്നതല്ല. കാരണം അവൻ ആ ഗർഗറത്തിൻ്റെ ഹാലത്തിന് മുമ്പ് പറയേണ്ടതായിരുന്നു, അത് ആ സന്ദർഭത്തിൽ ചെയ്യേണ്ടതായിരുന്നു തൗബ. എന്നിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ടതായിരുന്നു. അത്രയും വ്യക്തമായിട്ടാണ് ആമന്തു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ വ
അന മിനൽ മുസ്ലിമീൻ എന്ന വ്യക്തമായ തൗബ, വ്യക്തമായ ഷഹാദത്തിൻ്റെ പദം ആ ഫറോ ഉപയോഗിച്ചത്. അള്ളാഹു മറുപടി നൽകിയത് എന്താണ്? അൽ ആന ഖദ് അസൈത ഖബ്ലു കുൻത മിനൽ മുഫ്സിദീൻ. ഇപ്പോഴാണോ ടൈം കിട്ടിയത്? ഇതുവരെ എൻ്റെ വാക്ക് നീ പാലിക്കാതെ ഈ എൻ്റെ അദാബ് കാണുന്ന വേളയിൽ നീ തൗബ ചെയ്യാനോ, നീ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാനോ, നീ ഞാൻ മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കാനോ നിന്റെ ഈ തൗബ ഞാൻ സ്വീകരിക്കുന്നതല്ല എന്ന് അല്ലാഹു പറഞ്ഞു എന്നതാണ് നാം പഠിച്ചത്. അതിൻ്റെ വിശദാംശം റസൂൽ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും നിങ്ങൾ കേട്ടതാണ്. റസൂലെ നിങ്ങൾക്കറിയാമോ എന്താണ് ജിബ്രീലെ പറഞ്ഞു? നിങ്ങൾ ആ രംഗം കണ്ടിരുന്നെങ്കിൽ. ഏത് രംഗമാണ് ജിബ്രീലെ? ഞാൻ കളിമണ്ണെടുത്തിട്ട് ആ ഫറോവയുടെ തൊള്ളയിലേക്ക് തള്ളിയ രംഗം എന്ന് ജിബ്രീൽ പറയാണ് റസൂലിനോട്. ഏത്? ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ. ആയത്തിൽ എന്താ പറഞ്ഞത്? അൽ ആന ഖദ് അസൈത ഖബ്ലു വകുൻത മിനൽ മുഫ്സിദീൻ. ഇത് ഈ വാക്ക് ജിബ്രീൽ പറഞ്ഞിട്ട് തള്ളിയതാണെന്നാണ്. ആരുടെ തൊള്ളയിൽ? ഫറോവയുടെ തൊള്ളയിൽ. ഇപ്പോഴോടോ നിനക്ക് സമയം കിട്ടിയത് ഈ തൗബ ചെയ്യാനെന്ന്. അപ്പോൾ അത് തന്നെയാണ് ആരുടെ സ്ഥിതിയും. ജീവിതം മുഴുവനും ശിർക്ക് ചെയ്തുകൊണ്ട് എല്ലാ ബിദ്അത്തുകളും എല്ലാ അനാചാരങ്ങളും എല്ലാ കണ്ടതും കേട്ടതും വിളിച്ച് പ്രാർത്ഥിക്കലും എന്നിട്ട് അള്ളാഹുവിനെ വില വെക്കാതിരിക്കലും അവസാനമാകുമ്പോൾ മരണത്തിൻ്റെ സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവർക്കും അനുഭവിക്കാൻ പോകുന്ന ഗതികേടായിരിക്കും ഇത്. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള തൗബയല്ല ശർത്തത്തെ തൗബ. മറിച്ച് വലൈസത്തി തൗബതു ലില്ലദീന يعملون السيئات حتى إذا حضر أحدهم الموت قال إني تبت الآن. അവൻ്റെ വ്യാമോഹം എന്താണ്? മരണമാസന്നമാകുമ്പോൾ അവൻ പറയുന്നു ഇന്നി തുബ്തുൽ ആൻ, ഞാനിതാ പാശ്ചാത്തപിച്ചു റബ്ബേൻ. ആ തൗബ ഞാൻ തൗബയായി സ്വീകരിക്കുന്നതല്ല എന്ന് മാത്രമല്ല, അങ്ങനെ തൗബ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച തൗബയെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനോടാണ് അത്ഫ് ചെയ്തത്? വലല്ലദീന യമൂതൂന വഹും കുഫാർ. അമുസ്ലിമായി ജീവിച്ച് മുശ്രിക്കായി ജീവിച്ച് അള്ളാഹുവിൻ്റെ മതം അംഗീകരിക്കാതെ ജീവിച്ച് ഖുർആൻ അംഗീകരിക്കാതെ ജീവിച്ച് അള്ളാഹിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാതെ ജീവിച്ച് എന്നിട്ട് അങ്ങനെ തന്നെ മുർത്തദ്ദായി അല്ലെങ്കിൽ കാഫറായി മുശ്രിക്കായി മരിക്കുന്നവർ എങ്ങനെയാണ് അവരുടെ സ്ഥിതി? വലല്ലദീന യമൂതൂന വഹും കുഫാർ. കുഫാറായി ജീവിച്ച് മരിക്കുന്ന വിഭാഗത്തിൻ്റെ തൗബയെയും ഞാൻ സ്വീകരിക്കുകയില്ല എന്നതുപോലെ ഞാൻ വിശദീകരണമാണ് നിങ്ങൾ കേൾക്കുന്നത്. എന്നതുപോലെ ആരുടെ തൗബ സ്വീകരിക്കുന്നതല്ല, ഒന്നിച്ച് തെറ്റുകൾ കൂമ്പാരമായി കൂട്ടിവെച്ചിട്ട് അവസാനം തൗബ ചെയ്ത് കളയാം, പാശ്ചാത്തപിച്ച് കളയാം എന്ന വ്യാമോഹത്തിൽ കൂടി നീട്ടിവെക്കുന്നവരുടെ തൗബയെയും നാം സ്വീകരിക്കുന്നതല്ല എന്ന് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വിശുദ്ധ മാസത്തെ വിശുദ്ധാതിഥിയെ നാം സ്വീകരിക്കേണ്ട ശൈലിയാണ് നിങ്ങൾ കേട്ടത്. എന്ത്? പാശ്ചാത്താപം. ഒന്നാമത് ക്ലിയറായ ഹൃദയം, സന്തോഷം, ആഹ്ലാദം. സത്യവിശ്വാസിയിൽ നിന്നിട്ട് ഹൃദയത്തിൽ നിന്നിട്ട് അറിയാതെ എപ്പോഴാണ് വരിക സലഫ് സാലിഹ്യങ്ങൾ കാട്ടാറുള്ളത് പോലെ 6 മാസം കഴിഞ്ഞു പോയ റമളാനിനെ സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിക്കും, പിന്നെ 6 മാസം അടുത്ത റമളാൻ വരെ ജീവിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കും എന്നാണ് സലഫ് സാലിഹ്യങ്ങളെ കുറിച്ച് നാം ഗ്രന്ഥങ്ങളിൽ വായിക്കുന്നത്. അപ്രകാരം നാം പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണമെന്ത്? അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ. ആ അർത്ഥം കുറിക്കുന്ന പദം പറഞ്ഞാൽ മതി. പ്രാർത്ഥന, ഏത് പ്രാർത്ഥനയും നമുക്ക് ഇഷ്ടമുള്ളത് അള്ളാഹിനോട് ചോദിക്കുക എന്നതാണല്ലോ. നല്ലതായിരിക്കണം പ്രാർത്ഥന. അപ്പോൾ നമുക്കിപ്പോൾ ഇഷ്ടമുള്ളത് എന്താണ്? റമളാൻ വരെ ജീവിച്ച് കിട്ടണം, റമളാനിൽ ചെയ്യേണ്ട അമലുകൾ ചെയ്യണം. അപ്പോൾ അല്ലാഹുമ്മ ബല്ലിഗ്നാ റമളാൻ വഫിഖ്നാ ലിൽ അമലി സാലിഹി ഫീഹി വഫിഖ്നാ ലിൽ ഖിയാമി വസ്സിയാമി ഫീഹി. ആ മാസത്തിൽ ഖിയാമിനും സിയാമിനും നോമ്പ് പിടിക്കാനും ആ മാസത്തിന്റെ പ്രത്യേകത അതാണല്ലോ. മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി വമൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഇതൊക്കെ സഹീഹിലുള്ളതായ ഹദീസാണ്. ആരെങ്കിലും റമളാനിൽ നോമ്പ് പിടിക്കുകയാണെങ്കിൽ ഈമാനോടുകൂടി ഇഹ്തിസാബോടുകൂടി, അഥവാ സത്യവിശ്വാസിയായിട്ടായിരിക്കണം. പരലോകത്തിൽ പ്രതിഫലം കിട്ടുമെന്ന വിശ്വാസം മാത്രമല്ല, അള്ളാഹുവിനുള്ള വിശ്വാസമാണ് അവിടെ പറയുന്നത്. അഥവാ ശിർക്ക് ചെയ്തുകൊണ്ട് നോമ്പ് പിടിച്ചിട്ട് കാര്യമില്ല. അതാണ് ഈമാനൻ വഹ്തിസാബൻ, അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടിയായിരിക്കണം നോമ്പ് പിടിക്കേണ്ടത്. അപ്രകാരം തന്നെ മൻ ഖാമ റമളാന, ഒരാൾ റമളാനിൽ നിന്ന് നിസ്കരിച്ചാൽ, രാത്രി ഹയാത്താക്കിയാൽ, ഈമാനൻ വഹ്തിസാബൻ, അത് സത്യവിശ്വാസിയായിട്ട് ശിർക്ക് ചെയ്യാത്ത ആളായിട്ട് എന്ന് മാത്രമല്ല അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നിട്ട് കൂലിയെ പ്രതീക്ഷിച്ചിട്ട് ഈ നിബന്ധനയോടുകൂടി ചെയ്താൽ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, കഴിഞ്ഞ സർവ്വ പാപങ്ങൾ പുറത്ത് മാഫി ചെയ്ത് കൊടുക്കുന്നതാണ് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു. അങ്ങനെയുള്ള വിശുദ്ധ മാസം വരുന്നതിന് മുമ്പ് അത് വരട്ടെ എന്ന ആ പൂതിയും ആഗ്രഹവും പ്രാർത്ഥനയും നമ്മളിൽ ഉണ്ടാവുക. പിന്നെയോ
തയ്യാറായി ക്ലിയറായ ആത്മാവ്, ക്ലിയറായ ശരീരം, ക്ലിയറായ ആത്മാവ്. അതെങ്ങനെയാണ്? അള്ളാഹു നാമുമായുള്ളതായ ബന്ധം ക്ലിയറാക്കുക. ഈ 11 മാസത്തിലൂടെ ഉണ്ടാക്കിയതായ ആ മലിന അന്തരീക്ഷമുണ്ടല്ലോ, അതിൽ നിന്നിട്ട് വിടവാങ്ങുക. എന്തെല്ലാം കാട്ടി പലരൊക്കെ. എത്ര നീണ്ട 4 മണിക്കൂർ, 3 മണിക്കൂർ, 2 മണിക്കൂർ, 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഫിലിംസുകൾ, അശ്ലീലങ്ങൾ കണ്ട് അതിൻ്റെ മുമ്പിൽ ഇരുന്നു കൊടുത്തു. അതിൽ ആ സന്ദർഭത്തിൽ കേൾക്കുന്ന നൂലാമാലകളും ശബ്ദ കോലാഹലങ്ങളും എരുമ പോത്തുരാഗങ്ങളും കേട്ടാസ്വദിച്ചു. ഇതൊക്കെ ജനങ്ങളിൽ നിന്നിട്ട് ചെയ്തതായ പരാക്രമമല്ലേ? ജനങ്ങൾ കാട്ടിക്കൂട്ടിയതല്ലേ? എത്ര ഗീബത്തുകൾ, നമീമത്തുകൾ പറഞ്ഞു, എത്ര തോന്നിവാസങ്ങൾ, അനാചാരങ്ങൾ ചെയ്തു, എത്ര മറ്റുള്ളവരെ മാംസങ്ങൾ തിന്നു, എത്ര മറ്റുള്ളവരുടെ സമ്പത്തുകൾ തിന്നു. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ അവൻ എന്ത് വേണം? അവൻ്റെ ആത്മാവിനെ ശുദ്ധീകരിക്കണം. ശുദ്ധീകരിക്കാൻ എന്ത് വേണം? അല്ലാഹു പറയുന്നു, വതൂബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങളെല്ലാവരും അല്ലാഹുവിലേക്ക് പാശ്ചാത്തപിച്ചു വരിക. അല്ലയോ സത്യവിശ്വാസികളെ, അടിവരയിടുക. സത്യവിശ്വാസികളോടാണ് പറയുന്നത്. സത്യവിശ്വാസികളോടാണ് പറയുന്നത് എന്ത്? തൗബ ചെയ്യാൻ. അപ്പം സത്യവിശ്വാസി ആയതുകൊണ്ട്, മുസ്ലിം ആയതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു എന്ന് ഒരിക്കലും വിചാരിക്കാൻ പറ്റുകയില്ല. മറിച്ച് സത്യവിശ്വാസികളെ ഈമാന എന്ന സിഫത്ത് പറഞ്ഞിട്ടാണ് അള്ളാഹ് പറയുന്നത്. മുഅ്മിനീങ്ങളെ എന്നാണ്. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിക്കുക. എന്തേ? ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളാവാൻ വേണ്ടി. പിന്നെ ഞാൻ നേരത്തെ ഓതിയ ആയത്ത് കേൾക്കുമ്പോൾ നിരാശ വന്നു പോകാൻ സാധ്യതയുണ്ട്. അല്ലാഹു പറയുന്നു, ഖുൽ, നിങ്ങൾ പ്രഖ്യാപിക്കൂ മുഹമ്മദ് നബിയേ. ഖുൽ, എന്ത് പ്രഖ്യാപിക്കണം? നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായ കാര്യങ്ങളെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടതായ ആ കാര്യങ്ങളെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ഏറ്റെടുത്ത് കഴിയുമ്പോൾ നിങ്ങൾ എന്ത് പറയണം? യാ ഇബാദി, അല്ലാഹ് പറയുന്നു എന്ന് പറയണം. അതാണ് അതിൻ്റെ അർത്ഥം. എന്നല്ലാതെ ചില ഇസ്ലാമിൻ്റെ ശത്രുക്കൾ അർത്ഥം വെച്ചതുപോലെ മുഹമ്മദ് നബി തന്നെ എന്താണ് നമ്മളെ വിളിക്കുകയാണ്? എന്ത്? എൻ്റെ അടിമകളെ എന്ന് വിളിക്കുകയാണ്. അതുകൊണ്ട് മുഹമ്മദ് നബിയുടെ അടിമ എന്നും അർത്ഥം വെക്കാമെന്ന് മനസ്സിലാക്കിയിട്ട് ഉറുദു ഭാഷയിലൊക്കെ ചില പേരുകൾ കാണാം. എന്ത്? ഇപ്പോഴും ആ പേരിൽ കൂടി ജീവിക്കുന്നവരുണ്ട്, പേരിൽ കൂടി പാസ്പോർട്ട് എടുക്കുന്നവരുണ്ട്. എന്താണ് അവരുടെ പേര്? മുഹമ്മദിൻ്റെ അടിമ. മനസ്സിലായില്ലേ? കാരണം അങ്ങനെയാണ് അവർക്ക് പഠിപ്പിച്ചത്, അങ്ങനെയാണ് അവർ വിശ്വസിച്ചത്, അങ്ങനെയാണ് ബറലവീസം പറയുന്നത്. മനസ്സിലായില്ലേ? ബറലവീസം പറയുന്നത് മുഹമ്മദ് മനുഷ്യനല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് മരിച്ചിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് ഹാദിറുൻ നാദിറുമാണ് എന്ന് പറഞ്ഞാൽ നമ്മെ അള്ളാഹ് കാണും പോലെ നമ്മെ കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, നമ്മെ കേട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇത് അവരുടെ വിശ്വാസമാണ്, ഇത് അവരുടെ ഗ്രന്ഥങ്ങളിലുള്ളതാണ്, അവരുടെ വിശ്വാസമാണ്. അതുകൊണ്ടാണ് അവരും നാമുമായി ഒരു ബന്ധവുമില്ല, ദീനുമായി ഒരു ബന്ധവുമില്ല. ആദ്യമായിട്ട് നാം പോകട്ടെ. അവരും ഖുർആനുമായി, സുന്നത്തുമായി, ദീനുമായി ബന്ധമില്ലാത്തവരാണ്. അങ്ങനെയുള്ളവർ തൗബ ചെയ്യട്ടെ, പാശ്ചാത്തപിക്കട്ടെ, മതത്തിലേക്ക് മടങ്ങി വരട്ടെ. പറഞ്ഞു വരുന്നത് സുബ്ഹാനല്ലാഹ്, ഈ റമളാൻ മാസം വരുമ്പോൾ നാം അള്ളാഹുവിൻ്റെ ശബ്ദം നമ്മുടെ ഹൃദയത്തിൽ വിട്ടുകിടക്കണം, അലതല്ലണം. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, മുഹമ്മദ് നബിയെ നിങ്ങൾ അവരോട് പറയുക. അല്ലാഹ് പറയുന്നുണ്ട്, എന്ത് പറയുന്നു? എൻ്റെ അടിമകളെ, ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാഹ്. അഥവാ എങ്ങനെയുള്ള അടിമകളാണ്? അസ്റഫു അലാ അൻഫുസിഹിം, സ്വശരീരത്തെ ആക്രമിച്ചവര്, സ്വശരീരത്തിൽ ഇസ്രാഫ് നടത്തിയവര്, അഥവാ പാപം ചെയ്തവര്. ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തെ തൊട്ട് നിരാശരാവരുത്, ആശ മുറിഞ്ഞു പോകരുത്. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അല്ലാഹ് എല്ലാ പാപങ്ങളും പുറത്തു തരുന്നവനാണ്, അവൻ ഗഫൂറാണ്, റഹീമാണ്. വനീബു ഇലാ റബ്ബിക്കും വസ്ലിമു ലഹു ഇലാ ആഖിരിഹി. ആയത്ത് നീണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടി നിരാശപ്പെടരുത് എന്ന് പറഞ്ഞ നമുക്ക് അവൻ്റെ വിശാലമായ അനുഗ്രഹത്തിൻ്റെ കവാടം തുറന്നു തരുന്നതായ യബ്സുതു യദഹു, അവൻ്റെ കൈയിനെ വിടർത്തുന്നു, ബില്ലൈലി, രാത്രിയിൽ, ലിയതൂബ മുസീഅൻ നഹാർ, പകൽ തെറ്റ് ചെയ്തവൻ അള്ളാഹുവിനോട് പാശ്ചാത്തപിക്കാൻ വേണ്ടി. അപ്രകാരം തന്നെ വയബ്സുതു യദഹു ബിന്നഹാരി, പകലിൽ അവൻ കൈ വിടർത്തുന്നു. ആർക്ക് വേണ്ടി?
ലിയതൂബ മുസീഅൽ ലൈലി, രാത്രി തെറ്റ് ചെയ്തവൻ പ്രാർത്ഥിക്കാൻ വേണ്ടി, തൗബ ചെയ്യാൻ വേണ്ടി, പശ്ചാത്തപിക്കാൻ വേണ്ടി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മാടി വിളിക്കുന്നു, തെറ്റ് ചെയ്തവര് എന്നിലേക്ക് മടങ്ങട്ടെ, ചോദിക്കട്ടെ. അങ്ങനെയുള്ള വിശാലമായ അനുഗ്രഹത്തിൻ്റെ ഉടമയാണ് നമ്മുടെ നേതാവ്, നമ്മുടെ ഷിട്ടാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് ഒരിക്കലും നാം നിരാശപ്പെടാൻ പാടുള്ളതല്ല. പക്ഷേ ഈ തൗബ എന്ന് പറയുമ്പോൾ അത് ഷർത്തത്തെ തൗബയായിരിക്കണം. ആ തൗബ റമദാൻ വരുന്നതിന് മുമ്പ് ഹജ്ജിന് ഒരുങ്ങുന്നവർ ചെയ്യും പോലെ, ഉംറയ്ക്ക് ഒരുങ്ങുന്നവർ ചെയ്യും പോലെ, റമദാൻ മാസം വരുന്നതിന് മുമ്പും പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങളിൽ എഴുതിയതുപോലെ തൗബ ചെയ്ത് ഒരുങ്ങി തയ്യാറാവണം. നല്ല ക്ലിയറുള്ള ആത്മാവായി നമ്മുടെ ആത്മാവ് മാറാൻ വേണ്ടി തന്നെ, ശുദ്ധാത്മാവായി നമ്മുടെ ആത്മാവ് ആയി മാറാൻ വേണ്ടി തന്നെ. അപ്പോൾ എന്ത് വേണം? നാം ചെയ്തു പോയതായ സർവ്വ പാപങ്ങളിൽ നിന്നിട്ട് മുക്തരാവുക. അതാണ് തൗബയുടെ ആദ്യത്തെ നിബന്ധന. നാം എന്ത് തെറ്റ് ചെയ്തു കൊണ്ടുവരുന്നു, ആ തെറ്റിൽ നിന്നിട്ട് ഒന്നാമത് ഇഖ്ലാ, അതിൽ നിന്നിട്ട് വെടിഞ്ഞു നിൽക്കുക, അതിൽ നിന്നിട്ട് പിന്മാറുക, അതിനോട് എന്നേക്കുമായി വിടവാങ്ങുക. മനസ്സിലായില്ലേ? അപ്പോൾ അശ്ലീലമുള്ള സീഡികൾ കരിക്കണം. ആ നല്ല രംഗമുണ്ടല്ലോ, നല്ല അരങ്ങുള്ള സീഡി ഉണ്ടല്ലോ, അത് അവിടെ സൈഡിലാക്കി വെക്കലല്ല, അത് കരിക്കാൻ പറ്റൂല എന്ന് വെക്കലല്ല, അതാണ് ആദ്യം കരിക്കേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ എന്തേ? ഹൃദയത്തിൽ ഈമാനാകുന്ന ചൂട് കയറിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള അള്ളാഹുവിന് ഇഷ്ടമുള്ളതായ എല്ലാതിനോട് വിടവാങ്ങാനുള്ളതായ ചെങ്കൂറ്റമുണ്ടാവണം, ഒരുക്കമുണ്ടാവണം, തയ്യാറെടുപ്പുണ്ടാവണം, ആവേശമുണ്ടാവണം, ഉന്മേഷമുണ്ടാവണം. റസൂലും സഹാബത്തൊക്കെ സമർപ്പിച്ച സമർപ്പണം കണ്ടില്ലേ റമളാനിൽ? നോമ്പ് പിടിച്ചിട്ട് അള്ളാഹ് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ടത് നോമ്പ് മുറിച്ച് കളയുക, നോമ്പ് ഒഴിവാക്കി കളയുക എന്ന്. റസൂല് പറഞ്ഞിട്ടും സഹാബാക്കൾക്ക് പ്രയാസം നോമ്പ് ഒഴിവാക്കാനോ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കണ്ട് കുടിച്ചു വെള്ളം, അവരെ കാണിപ്പിച്ചു കുടിച്ചു വെള്ളം. ഇത് മക്ക റിപ്പബ്ലിക്കിലാണ്, മക്ക ഫതഹിലാണ്. നോമ്പ് പിടിച്ചതായ സഹാബാക്കൾ കണ്ട് റസൂലുള്ളാഹി നോമ്പ് പിടിക്കുന്ന അസറിനോട് അടുത്ത സമയമെന്നും കാണുന്നു. അപ്പോൾ എത്ര സമയമായിരുന്നാലും വിരോധമില്ല. റമളാൻ മാസത്തിൽ അത്രയും പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല എന്ന് അള്ളാഹുവിന്റെ വിശാലമായ അനുഗ്രഹം അവരെ ചൊരിയുന്ന രംഗമായിരുന്നു. അത്രയും സമർപ്പണ ബോധത്തോടു കൂടിയായിരുന്നു, സമർപ്പണത്തോടു കൂടിയായിരുന്നു അവർ റമളാനിനെ സ്വീകരിച്ചത് എന്ന് വെക്കുമ്പോൾ നമുക്കൊരു തൗബ ചെയ്തൂടെ? നമുക്ക് അള്ളാഹിന്റെ മുമ്പിൽ തെറ്റ് സമ്മതിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങളിൽ നിന്നിട്ട് മോചനം നേടാൻ വേണ്ടി നാം പാടുപെട്ടൂടെ? അതെ, അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാറ്റിൽ നിന്നിട്ടും നാം മോചിതരാവാൻ വേണ്ടി ആ വേണ്ടാത്ത എല്ലാം ദൂരപ്പെടുത്തുക, ഇഖ്ലാ, പറിച്ചെടുക്കുക, അതിൽ നിന്നിട്ട് തീരെ വെടിയുക എന്ന അർത്ഥത്തിലേക്ക്. അപ്രകാരം തന്നെ ചെയ്തു പോയ പാപത്തിൽ നിന്നിട്ട് ഒഴിവാകുന്നതോടൊപ്പം അതിൽ ദുഃഖം പ്രകടിപ്പിക്കുക, ഖേദം പ്രകടിപ്പിക്കുക. നമുക്ക് ഖേദം വരാറുണ്ടോ? നിസ്കരിക്കാൻ നിന്നാൽ പെട്ടെന്ന് കറങ്ങൽ ഏറ്റവും നല്ല രംഗമാണ്. എന്ത്? തെറ്റ് ചെയ്ത കൂട്ടത്തിൽ ഏറ്റവും വെടക്ക് തെറ്റ് എന്തൊക്കെയുണ്ട് അതൊക്കെയാ കറങ്ങുക. അപ്പോൾ ഞാൻ പറയാറുണ്ട്, പലരും വിളിച്ച് ചോദിക്കും, പല വടക്ക് രംഗങ്ങൾ നിസ്കരിക്കുമ്പോൾ വരുന്നല്ലോ, എന്ത് വേണം മനുഷ്യ? അപ്പോൾ ഞാൻ പറയും, ഉടനെ തന്നെ നിങ്ങൾ അതിൽ നിന്നിട്ട് മുക്തനാവാൻ വേണ്ടി പാടുപെടുക. മുക്തനാവാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇടത് ഭാഗത്തിൽ പിശാചിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറഞ്ഞുകൊണ്ട് ഇടത് ഭാഗത്തിൽ തുപ്പിക്കളയുക എന്ന് അദ്ദേഹത്തോട് ഹദീസിന്റെ ശൈലിയിൽ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് ഞാൻ. അങ്ങനെയും വരാറുണ്ട്. തുപ്പൽ എന്ന് പറഞ്ഞാൽ തുപ്പിനീർ, പള്ളിയിൽ തുപ്പുനീർ തുപ്പണമെന്നല്ല, പിന്നെ പിശാചിനെ ദേഷ്യപ്പെടുത്താനുള്ള തുപ്പലാണത്, ഠോ എന്ന് പറയുക. മനസ്സിലായില്ലേ? അവനോടുള്ള കോപം കാട്ടലാണ്. മനസ്സിലായില്ലേ? ആ രൂപത്തിൽ എങ്കിലും നാം എന്ത് ചെയ്യുക? വടക്ക് രംഗങ്ങൾ നമ്മുടെ ബ്രെയിനിൽ വിട്ടുകിടക്കുമ്പോൾ അതിൽ നിന്നിട്ട് മുക്തനാവാൻ വേണ്ടി പാടുപെടുക. പറഞ്ഞു വരുന്നത്, അപ്പോൾ നാം ഇഖ്ലാ ചെയ്യുക ആദ്യം, രണ്ടാമത് അതിൽ നിന്നിട്ട് ഖേദിച്ച് മടങ്ങുകയും ചെയ്യുക. മൂന്നാമത്തെ നിബന്ധന എന്താണ്? നാം അതിലേക്ക് മടങ്ങാതിരിക്കുക. ഖുർആൻ തന്നെ പറയാം, അല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ, വല്ല തെറ്റും ചെയ്തു കഴിഞ്ഞാൽ, വല്ല പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, ഫാഹിശത്ത്, വ്യഭിചാരം പോലത്തെ വടക്ക് നീച നികൃഷ്ട പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, ഔ ളലമൂ അൻഫുസഹും, അല്ലെങ്കിൽ അവരുടെ ശരീരത്തെ ആക്രമിച്ച് കഴിഞ്ഞാൽ, അഥവാ വിശാലമായ പാപങ്ങൾ, ഏത് പാപമായിരുന്നാലും വിരോധമില്ല, ദക്കറുല്ലാഹ്, ഉടനെ അവർ ശോകടിക്കുന്നു, അല്ലാഹുവിനെ സ്മരിക്കുന്നു, ഓർക്കുന്നു. എന്നിട്ടോ ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, ഫാ തഅഖീബിന്റെ ഫായാണ് ഉടനെ ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, ഉടനെ പശ്ചാത്തപിക്കുന്നു. വമൻ യഗ്ഫിറുദ്ദുനൂബ ഇല്ലല്ലാഹ്, ആരാണ് അവർക്ക് അല്ലാഹു അല്ലാതെ പാപമോചനം നൽകുക? നിബന്ധനയുണ്ട്. അല്ലാഹ് പറയാണ്, വലം യുസ്റൂ അലാ മാ ഫഅലൂ വഹും യഅലമൂൻ, തെറ്റാണെന്നറിഞ്ഞ് ആ തെറ്റിൽ അവർ അടിയുറച്ചു നിൽക്കരുത്, വീണ്ടും മടങ്ങുകയും ചെയ്യരുത്. അതാണ്
ഇസ്റാർ ഉണ്ടല്ലോ, തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക, അത് സംഭവിക്കരുത്. വലം യുസ്റു അലാ മാ ഫഅലു വഹും യഅലമൂൻ. അങ്ങനെ വന്നുപോയാൽ വീണ്ടും തൗബ ചെയ്യുക, വന്നുപോയാൽ വീണ്ടും തൗബ ചെയ്യുക, വന്നുപോയാൽ വീണ്ടും തൗബ ചെയ്യുക. റസൂൽ പറയും, നീ ഏതുവരെ പിശാച് പരാജയപ്പെടുകയും നീ വിജയിക്കുകയും ചെയ്യുന്നത് വരെ. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. എന്നാൽ തൗബയിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ പറ്റൂല. തൗബ ചെയ്തുകൊണ്ടേ ഇരിക്കണം, പശ്ചാത്തപിച്ചുകൊണ്ടേ ഇരിക്കണം. തെറ്റ് വന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ. അതെ, നാലാമത്തെ നിബന്ധനയും കൂടി പറഞ്ഞു നിർത്താം. നാലാമത്തെ നിബന്ധന എന്താണ്? നാം ഷിട്ടികളിലുള്ളതായ ഇടപാടുകൾ തീർക്കുക. നാം ചെയ്യാൻ പോകുന്ന തൗബ അത് ഇടപാടുമായുള്ള തൗബയാണെങ്കിൽ ആ ഇടപാടുകൾ ക്ലിയറാക്കുക. ഒന്നിരിക്കലോ അനുവാദം ചോദിക്കുക, അല്ലെങ്കിൽ കൊടുത്തു വീടുക, അല്ലെങ്കിൽ നീട്ടിത്തരാൻ വേണ്ടി പറയുക. സാമ്പത്തിക ഇടപാടുകളാണെങ്കിൽ എല്ലാ ഇനങ്ങളും ഞാൻ പറഞ്ഞു. പിന്നെയോ സാമ്പത്തിക ഇടപാടല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ അഭിമാനവുമായി തൊട്ടുകിടക്കുന്നതായ വിഷയമാണ്. അഥവാ അദ്ദേഹത്തിന് ഗീബത്ത് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിനെ ആക്ഷേപിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിനെ ശകാരിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിനെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളതായ ഗീബത്തോ നമീമത്തോ അങ്ങനെയൊക്കെയാണെങ്കിലോ അതിൽ നിന്നിട്ടും എന്ത് ചെയ്യുക? ക്ലിയർ ആവാൻ വേണ്ടി പാടുപെടുക. ബുഖാരി ഇപ്പോൾ ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ കാനത് ലഹു മദ്ലമത്തുൻ ലിഅഖീഹി മിൻ ഇർദിൻ ഔ മിൻ ഷൈഇൻ ഫൽയുഹല്ലിൽഹു മിൻഹു. ആർക്കെങ്കിലും വല്ല ഇടപാടുകൾ കൊടുക്കാനുണ്ടെങ്കിൽ അവൻ അങ്ങനെയുള്ളതായ ഇടപാടുകളിൽ നിന്നിട്ട് ഹലാലാക്കട്ടെ എന്ന് പറഞ്ഞാൽ അവൻ അതിൽ നിന്നിട്ട് രക്ഷപ്പെടട്ടെ, അതിൽ നിന്നിട്ട് മോചനം തേടട്ടെ. എപ്പോൾ? അല്യൗമ, ഇന്നത്തെ ദിവസത്തിന് ഖബല അൻ ലാ യകൂന ദീനാറുൻ വലാ ദിർഹം. ദിർഹമോ ദീനാറോ ഇല്ലാത്ത ദിവസം വരുന്നതിന് മുമ്പായി. കാശ് കൊടുത്തിട്ട് രക്ഷപ്പെടാനോ മറ്റേത് നിലക്ക് രക്ഷപ്പെടാനോ സാധിക്കാത്ത സമയം വരും. മരണമാസന്നമായാൽ സാധിക്കാത്ത സമയം വരും, പരലോകമായാൽ. അവിടേക്കൊന്നും നീട്ടിവെക്കരുത്, പെട്ടെന്നത് നിങ്ങൾ നിറവേറ്റുക എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് നിങ്ങൾ കേട്ടത്. ആ ഹദീസിൽ വിശദീകരിക്കുന്നുണ്ട് റസൂലുള്ളാഹി. അപ്പോൾ നാം ഒരു പക്ഷേ നമുക്ക് പലരെയും ഗീബത്ത് പറഞ്ഞിരിക്കും. അപ്പോഴോ ഗീബത്ത് പറഞ്ഞവരോട് ഞാൻ ഇങ്ങനെ നിങ്ങളെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് നിങ്ങൾ മാഫി ചെയ്യണമെന്ന് പറയുക. ചിലപ്പോൾ അത് പറഞ്ഞാൽ മുമ്പത്തേനേക്കാളും സംഗതി വഷളമാവുന്ന കാണുകയാണെങ്കിലോ അങ്ങനെ സംഭവിക്കാമല്ലോ. നാം അത് പോയിട്ടൊരു വ്യക്തിയോട് നിങ്ങളെക്കുറിച്ച് ഞാൻ ഇന്ന സദസ്സിൽ വെച്ചിട്ട് പറഞ്ഞു പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അടികൊള്ളും. അങ്ങനെയാണെങ്കിലോ, അങ്ങനെ അപകടം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിലോ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിനെ കുറിച്ച് നന്മ സദസ്സുകളിൽ പറയുകയും ചെയ്യുക. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി നന്മ സദസ്സുകളിൽ പറയുകയും ചെയ്യുക. അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ സദസ്സുകളിൽ പറയുകയും ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങൾ ഏത് സദസ്സിൽ വെച്ചിട്ടായിരുന്നു അദ്ദേഹത്തെ കുറ്റം പറഞ്ഞത്, അങ്ങനെയുള്ള സദസ്സിനെ വീണ്ടും കിട്ടുകയാണെങ്കിൽ അതേ സദസ്സിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ നന്മ പറയുക. എന്നാലും അങ്ങനെയുള്ള ഇടപാടുകൾ, ഗീബത്ത് നമീമത്ത് പോലത്തെ മനുഷ്യന്മാരുമായുള്ള ഇടപാടുകൾ തീർക്കാതെ തൗബ ചെയ്താൽ പ്രയോജനമില്ല എന്നാണ് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് നാം റമദാൻ വരുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഈ അതിഥിയെ സ്വീകരിക്കേണ്ടത് എന്നതാണ് നാം ഇതുവരെ പറഞ്ഞത്. ആ അതിഥിയാകുന്ന റമദാനിനെ, ആ വിശാലമായ അനുഗ്രഹങ്ങളുടെ കൂമ്പാരം ഉൾക്കൊള്ളുന്ന റമദാനെ സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതുവരെ പറഞ്ഞതിനൊരു സൽക്കർമ്മമായി നമ്മൾ നിന്നിട്ട് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. റമദാനിനെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതുവരെ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുകയും അതിൽ ചെയ്യേണ്ടതായ ഇബാദത്തുകൾ ചെയ്ത് സുന്നത്തും ഫർദും ആയ സർവ്വ അമലുകൾ ചെയ്ത് അല്ലാഹുവിലേക്ക് അടുക്കുവാനും തൗഫീഖ് നൽകട്ടെ. ആരെല്ലാം എവിടെയെല്ലാം ലോകത്തിൽ മുസ്ലിം സുഹൃത്തുക്കൾ നിന്നിട്ട് പ്രയാസപ്പെടുന്നവരുണ്ടോ, അത് ജയിൽ പുള്ളികളാവട്ടെ, യുദ്ധപോർക്കളത്തിലാവട്ടെ, എവിടെയായിരുന്നാലും അവർക്കെല്ലാം അങ്ങനെയുള്ള ചുറ്റുപാടിൽ നിന്നിട്ട് മുക്തരായി അവിടുന്നെല്ലാം രക്ഷപ്പെട്ട് റമദാനിനെ സ്വീകരിക്കണമെന്നല്ല സ്വീകരിച്ച് റമദാനിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അവരവരുടെ നാടുകളിൽ ഇസ്ലാമാകുന്ന വിശുദ്ധ പ്രസ്ഥാനത്തിൻ്റെ വിജയപതാക പറപ്പിക്കാൻ, തൗഹീദിൻ്റെ വിജയപതാക പറപ്പിക്കാൻ, ഖുർആനും സുന്നത്തും പ്രചരിപ്പിക്കാൻ അല്ലാഹു അവർക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അവരുടെ ഖബറുകളെ അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റട്ടെ. അവരോടൊപ്പം നമ്മയും അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. നമ്മിൽ നിന്നിട്ട് രോഗമുള്ളവരുടെ രോഗങ്ങളെ അല്ലാഹു സുഖപ്പെടുത്തട്ടെ. നമ്മുടെ രോഗങ്ങളെയും അല്ലാഹു പരിപൂർണമായി നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സുഖപ്പെടുത്തി തരട്ടെ. ആരോഗ്യം നൽകട്ടെ. അല്ലാഹുവിൻ്റെ മതത്തിൽ അടിയുറച്ച്
ഉറപ്പിച്ചുകൊണ്ട് സേവിക്കുവാനുള്ളതായ ദീർഘായുസ്സും ആരോഗ്യവും അല്ലാഹു നമുക്കേവർക്കും നൽകുമാറാകട്ടെ. അതിനു മുമ്പിലുള്ള സർവ്വ തടസ്സങ്ങളെ ദൂരം ചെയ്യാനുള്ളതായ തൗഫീഖും അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഈ രാഷ്ട്രത്തിന്, ഈ നാട്ടിന്, മക്ക മദീന ഉൾക്കൊള്ളുന്ന നാടുകൾക്ക് ഖിയാമത്ത് നാൾ വരെ തൗഹീദിൻ്റെ വിജയ പതാക പറപ്പിച്ച് ഖുർആനും സുന്നത്തും നടപ്പാക്കി മുന്നോട്ട് ഈ ഭരണകൂടത്തെ തള്ളിക്കൊണ്ടു പോകാനുള്ളതായ ഭാഗ്യം ഈ നാട്ടിൻ്റെ നേതാക്കൾക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ നൽകട്ടെ നൽകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.